പതറാമെന്നല്ല, പതറി. ഡോക്ടർ മാലിനി, ഇവരാരാണ്? ഇവർക്ക് ആരൊക്കെയുണ്ട്? ഇവരെവിടെ താമസിക്കുന്നു? എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്? ഇതൊക്കെ എനിക്കറിയണം. സ്വാമി അതൊന്നും അറിഞ്ഞതാണ്. ഇവരെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ സാർ. അതുകൊണ്ട് തന്നെ അന്വേഷിക്കാൻ പറഞ്ഞത്. സകല വിവരങ്ങളും എനിക്ക് വേണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, താൻ അന്വേഷിക്കുന്ന വിവരം വേറൊരാളും അറിയരുത്, ഇവർ പോലും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ സാർ. ഒരു ഈച്ച പോലും അറിയാതെ ഇവരുടെ ജാതകം വരെ ഞാൻ എടുത്തു തരും. പക്ഷെ എന്തിന് ഇവരെ കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് സാർ എനിക്ക് പറഞ്ഞായിരുന്നു. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം സ്വാമി. ചിലപ്പോൾ ഞാൻ പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. വിളിച്ചു പറഞ്ഞത് തങ്കച്ചി ആയതുകൊണ്ട് അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ആര് പറഞ്ഞു എന്നുള്ളതല്ലല്ലോ, എന്തു പറഞ്ഞു എന്നുള്ളതല്ലേ കാര്യം. എനിക്ക് മനസ്സിലായി സാർ. സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സത്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ച് തരാം. ഇതുവരെയുള്ള പരിചയം വെച്ച് എനിക്കറിയാവുന്ന നിരഞ്ജൻ സാറ് ഒരു തെറ്റും ചെയ്യില്ല. ഇനി മനുഷ്യനല്ലേ, മനസ്സല്ലേ. പിന്നെ പോരാത്തതിന് എതിർഭാഗത്ത് ഇവരെ പോലൊരാള്. സാറ് പേടിക്കണ്ട. തങ്കച്ചി പറയണ സത്യമാണെങ്കിൽ ഇരു ചെവി അറിയാതെ നമ്മളിത് അവസാനിപ്പിക്കും. മതി സ്വാമി, അത് മതി. സാർ ഇത് എൻ്റെ ഫോണിലേക്ക് അയച്ചു. ഞാനുണ്ട് സാറിൻ്റെ കൂടെ തന്നെ. സാർ വാ, വണ്ടി കയറി. ആകെ പ്രശ്നമാവണമെന്ന് തോന്നുന്നു തങ്കച്ചി. സാറിൻ്റെ സമാധാനം ഇപ്പം തന്നെ പോയി കഴിഞ്ഞു. ഇനി ആ വീടിൻ്റെ സമാധാനം കൂടി പോവും. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഇനി എന്താ ഉണ്ടാവാൻ പോണെന്നും കൂടി പറയാൻ പറ്റില്ല. ജയശങ്കർ നിരഞ്ജനെ സംശയിച്ചു തുടങ്ങിയോ? തുടങ്ങി. എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കും രഹസ്യമായിട്ട്. കൊള്ളാം. ജയശങ്കർ മനസ്സിലാക്കിയ സത്യങ്ങള് അക്ഷരയ്ക്കറിയാമോ? ഇല്ല, ഇതുവരെ സാർ അതൊന്നും അക്ഷര മേഡത്തിനോട് പറഞ്ഞിട്ടില്ല. ഛേ, അതെന്താ അയാൾ അങ്ങനെ ചെയ്തത്? പറയണ്ടേ? എന്നാലല്ലേ രംഗം കൊഴുക്കൂ. അയാൾക്ക് വയ്യെങ്കിൽ ഞാൻ പറയാം. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അല്ല, തങ്കച്ചി എന്താ ചെയ്യാൻ പോണോ? അക്ഷരെ വിളിച്ച് എങ്ങും തൊടാതെ ചിലത് അറിയിക്കാൻ പോവാ. ബുദ്ധിയുണ്ടെങ്കിൽ അവക്കത് മനസ്സിലാവും. വേണ്ട തങ്കച്ചി, ആ പാവത്തിന്റെ സമാധാനം കൂടി കളയണ്ട. അവരെ പൂട്ടാൻ ദൈവമായിട്ട് എനിക്കൊരു അവസരം തന്നിരിക്കുക സ്വാമി. അത് ഞാൻ ഉപയോഗിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവരെ ശത്രു എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഹലോ മോളെ, തങ്കച്ചിയാ. സുഖാണല്ലോ അല്ലേ? അസുഖമൊന്നുമില്ല. നിരഞ്ജന മാറ്റമൊന്നുമില്ലല്ലോ. എന്ത് മാറ്റം? അപ്പൊ മോളൊന്നും അറിഞ്ഞില്ലേ? ഇനി ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞ് മോളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം, എല്ലാരും കൂടി ചേർന്ന് മോളെ വിട്ടിയായിക്കൊണ്ടിരിക്കുക. ഒരു തരം പറ്റിക്കല്. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? എന്റെ പൊന്നു മോളെ, ഞാൻ അറിഞ്ഞ സത്യങ്ങള് അതുപോലെ പറയണമെന്നുണ്ട് എനിക്ക്. അത് കേട്ടാ മോക്കത് സഹിക്കാൻ പറ്റില്ല. ഒന്ന് മാത്രം മനസ്സിലാക്ക്, നിരഞ്ജൻ മോള് വിചാരിക്കുന്ന പോലെ ആളേ അല്ല. അതെനിക്ക് മാത്രമല്ല, ജയശങ്കറിനും അറിയാം. ഡാഡിക്കോ? അതെ. എന്തുകൊണ്ടാ വിവരം ജയശങ്കർ മോളോട് പറഞ്ഞില്ല അതെനിക്കറിയില്ല. ചിലപ്പോ മോളെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്താ മോക്ക് മോളുടെ ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കാം. പക്ഷെ ചെയ്യണം. അതിന് ഡാഡിയോട് ചോദിച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്ക്. അല്ലെങ്കിൽ മോൾ ഒറ്റയ്ക്കാവും. പോരെ?
വേണ്ടായിരുന്നു. ഡാഡി എന്നെ പച്ചക്കായിരുന്നു അല്ലേ? ഞാനോ? അദ്ദേഹത്തിനെ പറ്റി എല്ലാം ഡാഡിക്ക് അറിയാം. മനഃപൂർവ്വം എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെക്കുക. സ്വന്തം ഭർത്താവിനെ പറ്റിയാണ് നീ പറയുന്നതെന്ന് ഓർക്കണം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞറിയേണ്ടി വരിക എന്ന് പറയുന്നത് ഒരുതരം ഗതികേടല്ലേ മോളെ? ആ ഗതികേട് എൻ്റെ മോൾക്ക് വരരുത്. എല്ലാരും എന്നെ തോൽപ്പിച്ചോണ്ടിരിക്കാം. തോൽപ്പിച്ചോട്ടെ. പക്ഷേ ഡാഡി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അദ്ദേഹത്തിനെ പറ്റി എനിക്കറിയാത്ത പലതും ഡാഡിക്കറിയാം. അതെന്താണെന്ന് എന്നോട് പറയണം. എനിക്കത് അറിയണം. അത് താങ്ങാനുള്ള കരുത്ത് നിനക്കുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാനത്ര മണ്ടിയൊന്നുമല്ല. ഞാനും പലതും ഊഹിക്കുന്നുണ്ട്. അത് തന്നെയാണോ സത്യമെന്ന് എനിക്കറിയണം. ഉറപ്പില്ല. ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ എൻ്റെ മോളോട് പറയും? ആരാണ്? എനിക്കറിയാവുന്ന ആരെങ്കിലും ആണോ? എന്നോട് പറയാതെ ഫംഗ്ഷന് പോവുക, ഗിഫ്റ്റ് മേടിക്കാം. അങ്ങനെ ഒരാണ് ചെയ്യണമെങ്കിൽ അപ്പുറത്തെ വശത്തൊരു പെണ്ണായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. ആരാ അത്? ഡാഡിക്ക് എങ്ങനെ അറിയാം?